സിനിമ ഒരു റൈറ്റുകളുടെ ഒരു കളക്ഷനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി അല്ലാതെ റൈറ്റ്സുകൾ കിടപ്പുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാരക്ടേഴ്സിൻ്റെ പുറത്ത് റൈറ്റ്സ് ഉണ്ട്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹിറ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ അത് ആ സിനിമയിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷേ വേറൊരു സിനിമയിൽ റെഫറൻസ് വരികയാണെങ്കിൽ അത് ശരിക്കും ഇവിടെ നിന്ന് അവകാശം നമ്മൾ എടുക്കണം. ഈ സിനിമയെ അടിസ്ഥാനപ്പെടുത്തി ഗെയിമുകൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ US എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാർവൽ യൂണിവേഴ്സ് നമുക്കറിയാം. നമുക്ക് അതിൻ്റെ ക്യാരക്ടേഴ്സ് ഏറ്റവും നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇനി മെർക്കൻഡൈസിങ്. നമ്മളിവിടെ ഒത്തിരി എന്താ പറയുക കോപ്പി പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ടാവുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞാൽ ആ കഥാപാത്രത്തിൻ്റെ ടീഷർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോസ്റ്റ്യൂംസ്. അപ്പോൾ നമ്മൾ കൃഷിൻ്റെ മാസ്ക് മനസ്സിൽ ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൃഷിൻ്റെ മാസ്ക് ശരിക്കും അവരുടെ പ്രോപ്പർട്ടിയാണ്. ഇത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് സിനിമയോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി അലൈഡ് സാധനമുണ്ട്. ബിയോണ്ട് റീമേക്ക് ദർ ഇസ് മൾട്ടിപ്പിൾ സാധ്യതകൾ. അല്ലെങ്കിൽ പിന്നീട് ഈ സ്പിൻ ഓഫ് ക്യാരക്ടേഴ്സിനെ വെച്ചുകൊണ്ടുള്ള സിനിമ ക്രിയേറ്റിംഗ് ആണെങ്കിലും ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു യൂണിവേഴ്സ് ക്രിയേഷൻ ആവാം. അല്ലെങ്കിൽ ഒരു സിനിമ, ആ സിനിമയിലത്തെ ആ കഥാപാത്രം ബേസ് ചെയ്തിട്ട് ഒരു വെബ് സീരീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷോർട്സ് ആയിരിക്കാം, ഇപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഷോർട്സുകളായിരിക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഒരു ക്രിയേറ്റീവ് പെർസ്യൂട്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പോൾ അതെത്ര കണ്ട് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നു, എത്ര കണ്ട് എല്ലാവരുടെയും ഇൻട്രസ്റ്റ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ അകത്തെ ചോദ്യം നിൽക്കുന്നത്.